ഒരുമിച്ചിട്ട് വെള്ളം കുടിച്ചാണ്. നിങ്ങൾക്കറിയില്ല, ഇന്നലെ ഓന്റെ കുഞ്ഞിന് 28 പറഞ്ഞാലായിരുന്നു. അപ്പൊ എല്ലാരും ഒരുമിച്ചിട്ട് വെള്ളം കുടിച്ചാണ്. ആ രമേശനും സുമേഷും എല്ലാരും കൂടിയിട്ട്. നിങ്ങൾക്കറിയില്ല, ഓരും ഞാനും തമ്മിലെ ബന്ധം. ഓൻ പോയതിന്റെ വിഷമത്തിലാണ് ഞാനിന്ന് കുറച്ചധികം കുടിച്ചത്. പോയില്ല പോയില്ല എന്റെ വീട്ടിൽ പോണം. എന്റെ മോളെയും ഓളയിലൊന്ന് കാണണമെന്ന്. എന്റെ വീട്ടിൽ പോണെന്ന്. പിടിച്ചു വലിക്കുന്നത് എന്റെ വീട്ടിൽ പോണെന്ന്. കിടക്കില്ല കിടക്കുന്നു. എല്ലാം ആഘോഷിക്കപ്പെടേണ്ടതാണ്. വിവാഹങ്ങൾ, മരണങ്ങൾ, ജന്മദിനങ്ങൾ. നിന്റെ പ്രിയ സുഹൃത്ത് ബാബുവിന്റെ മരണം, നിന്റെ നെഞ്ചിലെ വേദന, അതെ, നീ കുടിച്ച ഇത്തിരി മദ്യത്തിന്റെ ലഹരി കൊണ്ട് തീരുന്നതാണ്. എന്റെ കൂടെ വാ. ഈ വേദനകളെല്ലാം മറക്കാൻ കൂടുതൽ ലഹരി ഞാൻ തരാം. എന്റെ കൂടെ വാ. നിന്റെ പ്രിയ സുഹൃത്ത് ബാബുവിന്റെ മരണം, നിന്റെ നെഞ്ചിലെ വേദന, ആഘോഷവേളകൾ, ദുരന്തങ്ങളിൽ ഞാൻ നിങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറും. ഇനിയും കുടിക്കണം. എന്റെ എല്ലാ വേദനകളും മറക്കണം. ഇതൊക്കെ ഇനിയും കുടിക്കണം. കുടിക്കേ, എല്ലാ വേദനകളും മറക്കാൻ കുടിക്കേ. എല്ലാ വേദനയിൽ നിന്നൊരു മോചനം. എന്റെ ബാബു, എന്റെ ബാബു. നിന്റെ ലഹരി കൂടുതൽ നേരം നിലനിൽക്കണ്ടേ? ഇത് നിന്റെ ചുണ്ടുകൾക്കിടയിൽ നിന്നും തലച്ചോറിലേക്ക് ലഹരി അയഞ്ഞു കയറട്ടെ.
ലോകത്തെ ആകെ മറന്ന് പഞ്ഞിക്കെട്ട് പോലെ ആകാശത്തിന് മീത പറക്കുന്ന അനുഭൂതി. ആനന്ദം, പരമാനന്ദം, ആനന്ദം, പരമാനന്ദം. പോയി ആസ്വദിക്കേ ഈ ലോകത്തിലെ സകല സൗന്ദര്യങ്ങളെയും. ഇനി നിനക്ക് യാത്രയാവാം. നീ പോ, രാജാവാണ്. പോ. രാജാവ്, രാജാവ്. നിനക്ക് പിറകിൽ അല്ല, നിന്റെ കൂടെ തന്നെ ഞാനുണ്ട്. ലഹരിയുണ്ട്. ഇവനിപ്പോ എന്റെ അടിമയാ, വെറും അടിമ. രാജാവ്, രാജാവ്. രാജാവ്, നിന്നെ തന്നെടാ, നിന്നെ തന്നെ. മുറിയിലൈസാക്കാത്തതിന് വീട്ടിലാളുള്ള സമയം നോക്കിയിട്ട് നീ ആരെയും കൂട്ടിട്ട് എന്റെ വീട്ടിലേക്ക് വരുവല്ലടാ. എനക്ക് സൗകര്യമില്ലടാ കുറിയിലൈസാക്കാൻ. നീ ആവെങ്കിലും മനസ്സിലാ എന്നോട് കളിക്കുന്ന. ഞാൻ നിങ്ങളുടെ സാമ്പത്തികത്തിന് തകർത്തറിയും. പ്രതിവർഷം ലക്ഷം 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 കോടി രൂപയുടെ കച്ചവടമാണ് ഞാൻ ഇതിലൂടെ മാത്രം നടത്തുന്നത്. എന്തിനു കുടിക്കുന്നതാ? ഞാൻ കുടിക്കുന്നത് എന്റെ പൈസക്കാണോ? എന്റെ പൈസക്ക് ഞാൻ കുടിക്കും. കുടിച്ച് കുടിച്ച് ഇവിടെ തെരയും. വേണമെങ്കിൽ ഇടന്നും മൂത്തൊഴിക്കും. എന്നോട് ചോദിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ എന്നോട് കളിക്കുന്നു. ഞാൻ നിങ്ങളെ സമൂഹത്തിൽ വലിയ പരിഹാസിലാക്കും, അപഹാസിലാക്കും. വീട് ആയിരുന്നല്ലടാ എന്റെ വീട്. ആരുടാ ആരുടാണ് ഇരുട്ടത്ത് നിൽക്കുന്നത്? എന്റെ വീട്ടില് നിൽക്കെന്താ ഇരുട്ടത്ത് കാര്യം? വാടക കൊണ്ട് വെളിച്ചത്തേക്ക് വേണ എന്നോട് കളിക്കുന്ന നിന്നെ ഞാൻ വാഴ. ഓരോ മദ്യപാനിയുടെ മനസ്സിൽ ഞാൻ കുത്തിവെക്കുന്നു സംശയത്തിന്റെ വിഷവിത്തുകൾ. സ്വന്തം ഭാര്യയെക്കുറിച്ച്, ഭാര്യയുടെ ചാരിത്രത്തെക്കുറിച്ച് അവൻ പോലും അറിയാതെ സംശയത്തിന്റെ വിഷവിത്തുകൾ. ഇന്ന് നീ രക്ഷപ്പെട്ടു മോനെ, ഇന്ന് നീ രക്ഷപ്പെട്ടു. നാളെ നാളെ നിന്നെ എന്റെ കൈമൊക്കിട്ടൂടാ. കണക്കന്നെന്ന് എല്ലാം കണക്കന്നെ, എല്ലാരും കണക്കന്നെന്ന് എല്ലാം കണക്കന്നെ. എണേ ബീരെ വാതിൽ തുറക്കണേ. നീ ഇങ്ങനെ വിളിച്ച പോരാ. നീ പോ. അമാനുഷിക രൂപം കൈവരിച്ച പുരുഷനാണ് അവളോ കേവലം ഒരു പെണ്ണ്. പോയി വിളിക്കേ, ഒരാണിനെ പോലെ വിളിക്കേ. ഞാൻ വിളിക്കും, ഒരാണിനെ പോലെ ഞാൻ വിളിക്കും.
വിളിക്കേ, പോയി ചവിട്ടി പൊളിക്ക്, തുടങ്ങട്ടെ എല്ലാം. നിന്നെ ഞാനില്ല. കണ്ടില്ല കിടക്കുന്നില്ല. നിന്റെ അടുത്ത് നിന്ന് ആരാണ് ഇപ്പൊ എണീച്ചിട്ട് പറഞ്ഞത്? ആരെന്ന് പറയില്ലല്ലേ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. എന്നോട് വില പിടിക്കില്ല. നിന്നെ ഞാൻ എന്നോട് കളിക്കാനായ എന്നോട് കളിക്കുന്നത് കളക്കന്നെ, എല്ലാം കളക്കന്നെ. നീ ഒരു പുരുഷനല്ലേ? ചോരയും നീരുമുള്ള പുരുഷൻ. അതെ, നിന്റെ നാടിയും ഞരമ്പക്കൾക്ക് സുഖം പകരാൻ ഒരു പെൺശരീരം എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. സ്വന്തം ബന്ധങ്ങളോ രക്തബന്ധങ്ങളോ നോക്കിയില്ല, എന്റെ കൂടെ വാ. സമൂഹത്തിൽ നടക്കുന്ന 70% കുറ്റകൃത്യങ്ങളിൽ പിറകിലും ഞാനുണ്ട്. 70 കഴിഞ്ഞ വൃദ്ധിയെയും 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെയും ചിന്തുമ്പോഴും അവരുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ടായിരുന്നു, ലഹരി ഉണ്ടായിരുന്നു. പോയിട്ട് പോയിട്ട് പോലും ഇത്ര സമയം നേരം പോയിട്ട് ബീന 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 ബീന
എന്റെ പൊന്നുമോളെ. ഞാനല്ല ഇത് ചെയ്തത്. എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. കാലങ്ങളായി വിടാതെ പിന്തുടർന്ന ഏതോ പിശാചെന്നെ കൊണ്ട് ചെയ്യിച്ചതാ. എന്റെ മോളെ എനിക്ക് രക്ഷപ്പെടണം. എനിക്ക് രക്ഷപ്പെടണം. എനിക്ക് രക്ഷപ്പെടണം. നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. നമുക്കൊരു യാത്ര പോയാലോ? ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര, മരണത്തിലേക്ക്. അവസാനം എനിക്ക് സമ്മാനിച്ചത് ആദ്യം സുഹൃത്തുക്കളോടൊപ്പം ഒരു രസത്തിന്, പിന്നീട് ലഹരി എന്ന ചെകുത്താൻ അവസാനം എന്നെ കൊണ്ടെത്തിച്ചത് മരണത്തിലേക്ക്. എന്റെ കൂടെ വാ. ഞാൻ നിങ്ങൾക്കറിയുന്നുണ്ട്. നിങ്ങൾക്ക് തൊട്ടറിയും. നിങ്ങൾ പോലും അറിയാതെ മാരക രോഗങ്ങളായി എന്റെ കൂടെ വാ. ഞാൻ നിങ്ങൾക്കരികിലുണ്ട്. നിങ്ങൾക്ക് തൊട്ടറിയും. നിങ്ങൾ പോലും അറിയാതെ മാരക രോഗങ്ങളായി മരണമായി.